بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله الذي وجد رسوله وخليله يتيما فآوى وعائلا فأغنى وجعله عبدا رسولا لا ملكا نبيا اللهم صل على سيدنا محمد حاه الرحمة وميم الملك ودال الدوام السيد الكامل الفاتح الخاتم عدد ما في علمك كائن أو قد كان كلما ذكرك وذكره الذاكرون وكلما غفل عن ذكرك وذكره الغافلون صلاة دائمة بدوامك باقية ببقائك لا منتهى لها دون علمك إنك على كل شيء قدير أما بعد فإنه كان رسول الله صلى الله عليه وسلم أجود الناس ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ഒരാൾ ചിന്തിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നതിൻ്റെ അപ്പുറമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധർമ്മം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം സമ്പത്തുകൾ നൽകി. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ചെലവഴിച്ചു. ചില ഭൂമികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോട്ടങ്ങൾ നബി തങ്ങളുടെ സ്വയം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും യുദ്ധങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നബി തങ്ങൾ നിലനിർത്തി എന്നതൊഴിച്ചാൽ ആ നിലനിർത്തിയ ഭൂമികൾ ധാരാളമായിരുന്നു. മറ്റുള്ള മുതലുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിക്കൽ പതിവായിരുന്നു. വന്നാൽ ഉടനെ കാലിയാക്കും. ഹദീസ് ഇന്നലെ നമ്മൾ ഓതി, തൊട്ടുമുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഓതി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധർമ്മത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന ചില ഹദീസുകളാണ് ഇന്ന് നാം ഓതുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് 6454 ഹദീസ്. അൻ ആയിഷത റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്ത് മാ ശബിയ ആലു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻദു ഖദിമൽ മദീനത മിൻ തുആമി ബുർരിൻ സലാസ ലയാലിൻ തിബാഅ ഹത്താ ഖുബിളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബം മദീനയിൽ വന്നോടം മുതൽ, മക്കത്തെ കാര്യമല്ല പറഞ്ഞത്, മദീനയിൽ വന്നോടം മുതൽ ആലു മുഹമ്മദ് വയറ് നിറച്ചിട്ടില്ല. മിൻ തുആമി ബുർരിൻ, ഗോതമ്പത്തിൻ്റെ ഭക്ഷണത്താൽ, സലാസ ലയാലിൻ തിബാഅൻ, തുടർച്ചയായി 3 ദിവസം, ഹത്താ ഖുബിളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വഫാത്തായി പോകുന്നത് വരേക്കും തുടർച്ചയായ 3 ദിവസം ഗോതമ്പത്തിൻ്റെ ഭക്ഷണം വയറ് നിറച്ച് നിന്നിട്ടില്ല. വേറെ ഹദീസ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാലത്ത് മാ അക്കല ആലു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്ലത്തൈനി ഫീ യൗമിൻ ഇല്ലാ ഇഹ്ദാഹുമാ തംറാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബം ഭക്ഷിച്ചിട്ടില്ല 2 നേരത്തെ ഭക്ഷണം, ഫീ യൗമിൻ, ഒരു ദിവസത്തിൽ, ഇല്ലാ ഇഹ്ദാഹുമാ തംറാ, രണ്ടിൽപ്പെട്ട ഒന്ന് കാരക്കയായിട്ടല്ലാതെ, 2ൽപ്പെട്ട ഒന്ന് കാരക്കയാണ് ഉണ്ടാവൽ. അതുപോലെ ബുഖാരിയുടെ ഹദീസാണ് ഓതിയത്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റിപ്പോർട്ട് ഹദീസിൽ കാണാം, എന്താ, മാ ശബിയ ആലു മുഹമ്മദിൻ മിൻ ഖുബ്സി സഈരിൻ യൗമൈനി മുതതാബിഈനി ഹത്താ ഖുബിള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ബുഖാരി പറഞ്ഞ 3 ദിവസം എന്നാ മുസ്ലിമിൻ്റെ ഹദീസാ. മുസ്ലിം ഹദീസിൽ എന്താ, തുടർച്ചയായ 2 ദിവസം ഗോതമ്പത്തിൻ്റെ ഷഈറിൻ്റെ വാർലിയുടെ ഖുബ്സ് റൊട്ടി കഴിച്ചിട്ടില്ല റസൂൽ വഫാത്ത് വന്നവരേക്കും.
അതുപോലെ അനസ് ബിൻ മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യസ്തമി ലഹു വദാഉൻ വലാ ഇശഅശാഉൻ മിൻ ഖുബ്സിൻ വലഹ്മിൻ ഇല്ലാ അലാ ളഫഫിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ പകലിലെ ഭക്ഷണവും വൈകുന്നേരത്തെ ഭക്ഷണവും ഒരു 2 നേരമാണ് കാര്യമായ ഭക്ഷണം ഉണ്ടാകുക. ആ 2 ഭക്ഷണങ്ങൾ അത് രണ്ടും ഖുബ്സും ഇറച്ചിയും റൊട്ടിയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരുമിച്ച് കൂടിയിട്ടില്ല. ഉച്ചക്കും ഇറച്ചും റൊട്ടി, അതുപോലെ രാത്രിയും ഇറച്ചിയും റൊട്ടിയും അത് രണ്ടും കൂടി വന്നിട്ട് ഇല്ല അലാ ലഫഫിൻ, വിരുന്നുകാരുണ്ടാവുമ്പോഴല്ലാതെ. വിരുന്നുകാരാവും പിന്നെ അത് വേറെ ഹുക്കുമാണ്. സാധാരണഗതിയിൽ 2 നേരമേ മാംസവും റൊട്ടിയും കഴിക്കൊള്ളൂ. മറ്റു നേരം ഗോതമ്പായും മറ്റു സമയത്ത് ഒരു നേരം വെറും കാരക്ക മാത്രം കഴിക്കലാണ്. വേറെ ഹദീസ് കാണാം. ബുഖാരിയുടെ ഹദീസ് 6450 ലം യകുൽ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസറുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചിട്ടില്ല അലാ ഖിവാനിൻ ഹത്താ മാതാ, റസൂലുള്ളാഹി ഫാത്താകുന്നവരേക്കും ടേബിളിൻ്റെ മേൽ ഭക്ഷണം വെച്ച് കഴിച്ചിട്ടില്ല. വമാ അകല ഖുബ്സൻ മുറക്കക്കൻ ഹത്താ മാതാ, വഫാത്താകുന്നത് വരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തരിച്ച നല്ലോണം പൊടിയാക്കിയ അതിൻ്റെ വേസ്റ്റുകളെല്ലാം കളഞ്ഞതായ, തവിട് മുഴുവനും കളഞ്ഞതായ, വളരെ ക്ലിയറാക്കിയ ഖുബ്സ് കഴിച്ചിട്ടില്ല. ഇതങ്ങൾ ഗോതമ്പം കൊണ്ട് പൊടിപ്പിക്കും, അത് ഇടിക്കും, എന്നിട്ട് അതുകൊണ്ടാണ് ചേറി അതിൻ്റെ ചണ്ടി, അതിൻ്റെ ഉമി ഒഴിവാക്കി റസൂലുള്ളാഹി കഴിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഹദീസുകൾ ധാരാളമുണ്ട്. ഈ ഹദീസുകൾ കണ്ടാണ് ചില ആളുകൾ പറയല് അതില്ലാത്തത് കൊണ്ടാണ്. ഞാനിത് പ്രത്യേകം ഉദ്ധരിക്കുന്നത് ഇമാമിങ്ങളെ ഇബാറത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജമൽ അവരുടെ അൽ മവാഹിബുൽ മുഹമ്മദിയ എന്ന ഷമായിലെ ഷറയിൽ പറയാണ്, വകാന യുഅ്തി അതാ അൽ മുലൂക്ക്, നബി തങ്ങൾ കൊടുക്കൽ രാജാക്കന്മാരെ കൊടുക്കലെങ്കിൽ അതിലേറെയാണ്. കാരണം നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മൾ ഓതിയ ഹദീസുണ്ട്, വിരുന്നുകാരുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭയങ്കര ചോറാണ്. ചിലപ്പോൾ രാവിലെയും വൈകുന്നേരവും ഇറച്ചും പത്തിയും ഉണ്ടാവും. വയഈശു ഐശൽ ഫുഖറാ, ഫഖീറന്മാരെ ജീവിതം ജീവിക്കും. അത് റസൂലുള്ളാഹി ചോദിച്ചു വാങ്ങിയതാണ്. എനിക്ക് രാജാവാവണ്ട, എനിക്ക് നബി റസൂലായ അബ്ദായ മതി. ആ അബ്ദിങ്ങളെ ജീവിതമാണ് റസൂലുള്ളാഹി ജീവിക്കല്. ഫയമുറു അലൈഹി ശഹ്റു വശഹ്റാനി, നബി തങ്ങളുടെ മേൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞു പോകും. ലാ യൂഖദു ഫീ ബൈതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ കത്തിക്കപ്പെടൂല നാറുൻ തീ കത്തിക്കപ്പെടൂല. തീ കത്തിക്കണമെങ്കിൽ എന്ത് വേണം? ആ കത്തിക്കണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ, തീ പോയണമെങ്കിൽ എന്തെങ്കിലും വേവിക്കുന്ന ഭക്ഷണം വേണം. മാംസവുമില്ല, റൊട്ടിയുമില്ല, ഒന്നുമില്ല. വിശപ്പിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറിൻ്റെ മേലിൽ കല്ല് വെച്ച് കെട്ടുകയും ചെയ്യും. എന്നാൽ നബി തങ്ങൾ കൊടുക്കലെങ്ങനെ? ഇൻഷാ അല്ലാഹ് വിശദമായി പറയാനുള്ള വിഷയമാണത്. വജാഹു റജുലുൻ ഫഅതാഹു വനമൻ മലഅത് മാ ബൈനൽ ജബലൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് ആടിനെ ചോദിച്ചു, 2 മലൻ്റെ ഇടയിൽ നിറച്ചുള്ള ഒട്ടകം മുഴുവൻ എടുത്തോ എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ അജ്വദ് പറഞ്ഞ അർത്ഥം. ഓരോരുത്തർക്കും ഓല് ഉദ്ദേശിച്ചിലേറെ കണക്കിലേറെ ഇനി ഒരാളോട് ചോദിക്കേണ്ട ആവശ്യം വരൂല, ആ നിരക്ക് കൊടുക്കുക. മുസ്ലിമിൻ്റെ ഹദീസാണ്. മുസ്ലിമായിക്കോളി, കാരണം മുഹമ്മദ് വാരിക്കോരി കൊടുക്കുകയാണ്. ദാരിദ്ര്യം ഭയപ്പെടാത്തോടെ കൊടുക്കണത്. മുസ്ലിമായിക്കോളി നല്ലോണം കിട്ടും. അതാണ് തെലീഫ് എന്ന് പറയുക. മുഅല്ലഫത്ത് ഖുലൂബിന് വാരിക്കോരി കൊടുക്കുക. പിന്നെ അതുപോലെ കൊടുത്തതായ ഒട്ടകം കൊടുത്ത 100 കണക്കിനാണ് ചരിത്രം പറയുന്നുണ്ട്. പക്ഷെ അത് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുപോലെ മഷ്ഹൂറായ ഒരു ഹദീസാണ്.
ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല മഹാന്മാർ റിപ്പോർട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നതും സാധാരണ ചോദിക്കുന്നൊരു ഹദീസാണ്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, മുസ്ലിമിലെ 2038 ഹദീസ്. ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ ഔ ലൈലത്തിൻ, ഒരു രാത്രിയോ അല്ലെങ്കിൽ പകലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. ഞാൻ മത്തിന് മാത്രം അർത്ഥം വെച്ച് പോവാണ്, വായിക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെയും അടുത്താണുള്ളത്. ഇങ്ങനെയാണ് മുസ്ലിമിൻ്റെ റിവായത്ത്. ഫൈദാ ഹുവ ബി അബീ ബക്കരി വ ഉമറ ഫഖാല മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ, നിങ്ങൾ രണ്ടാളെയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുവിച്ച വസ്തു എന്തെന്നാകുന്നു. നേരെ മറിച്ച് വേറെ ഹദീസിൽ ആദ്യ സിദ്ദീഖിനെ കണ്ടു, പിന്നെ ഉമർ ഖത്താബിനെ കണ്ടു എന്നാണ് തുർമുദിന്റെ റിവായത്തിലുള്ളത്. ഇവിടെ അങ്ങനെ ആവാം, രണ്ടാളും കണ്ടു എന്ന് ഇവിടെ പറഞ്ഞുള്ളൂ, ഒപ്പം കണ്ടു എന്ന് പറയുന്നില്ല. ഫഖാല മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സഅ, നിങ്ങൾ രണ്ടാളെയും നിങ്ങളെ വീട്ടിൽ നിന്ന് ഈ സമയത്ത് പുറപ്പെടുവിച്ച വസ്തു എന്തെന്നാണ്. ഇതൊരു പുറപ്പെടുന്ന സമയമില്ലല്ലോ, മനുഷ്യന്മാർ പുറത്തിറങ്ങുന്ന സമയമല്ലല്ലോ. ഒന്നിരിക്കൽ നട്ടുച്ച സമയത്താണ്, അപ്പോൾ ആളുകൾ വിശ്രമിക്കുന്ന ടൈമാണ്, അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്ന സമയമാണ്. രാത്രിയാലും പകലാലും സാധാരണ പുറപ്പെടുന്ന സമയത്തല്ലാത്ത ഈ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് പുറപ്പെട്ടു? ഖാല, അവർ രണ്ടാളും പറഞ്ഞു, അൽ ജൂ യാ റസൂലല്ലാഹ്, നബി വിശപ്പാണ് ഞങ്ങളെ പുറപ്പെടുവിച്ചത്. ഖാല, റസൂലുള്ളാഹ് പറഞ്ഞു, വ അന വല്ലദീ നഫ്സി ബിയദിഹി ലഅഖ്റജനി അല്ലദീ അഖ്റജകുമാ, നിങ്ങൾ രണ്ടാളെയും പുറപ്പെടുവിച്ച വസ്തു എന്തെന്നാണോ അത് തന്നെയാണ് എന്നെയും പുറപ്പെടുവിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കൂമു, എഴുന്നേൽക്കി. ഫഖാമു മഅഹു, അവരെല്ലാവരും നബി തങ്ങളോട് കൂടെ എഴുന്നേറ്റു. ഫഅതാ റജുലൻ മിനൽ അൻസാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവർ രണ്ടാളെയും, മൂന്നാമ കൂമു എന്ന് പറയുമ്പോൾ ജമ്മാണ്, ജമ്മു ദക്കറിൻ്റെ വാവാണ്. അപ്പോൾ കുറേ ആളുണ്ടായിരുന്നു എന്ന് വരും. നബിമാം സ്വീകരിക്കൊണ്ട് ഒരു രണ്ടാളും തന്നെ ഉള്ളൂ, ഖാദിമികളാരും കൂടെ ഇല്ല എന്ന് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഖാദിമികൾ ഉണ്ടാരും വേണ്ടില്ല. എന്തായാലും ഫൈദാഹു ലൈസ ഫീ ബൈതിഹി, അൻസാറിൻ്റെ വീട്ടിലേക്ക് നബി തങ്ങൾ കയറി ചെന്നു. അപ്പോൾ നോക്കുമ്പോൾ ആ വീട്ടിൽ ഒരാളും തന്നെ ഇല്ല. അവിടെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബാണല്ലോ അത്. അതിനിക്ക് ഇമാം നവവി റളിയല്ലാഹു അൻഹു ബാബിട്ടത്. ഈ ബാബിന് ഓരോരോ കാര്യം പഠിപ്പിക്കാനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുക. ബാബു ജവാസി ഇസ്തിത്ബാഇഹി വൈറഹു ഇലാ ദാരി മൻ യസിഖു ബില്ലാഹു ബിദാലിക വയതഹഖഖുഹു തഹഖഖൻ താമ്മാ വസ്തിബാബിൽ ഇസ്തിമായി അല തുആ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ സുന്നത്താണ് എന്നും സ്വയം നഫ്സിനിക്ക് തൃപ്തിയുണ്ടാകും ഒരാളുടെ അടുത്തേക്ക് ചെന്നാൽ എന്ന് മനസ്സിലാക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് ആളുകളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലാം എന്ന് പഠിപ്പിക്കലാണ് ഈ ബാബു കൊണ്ട് ലക്ഷ്യം എന്നാണ് നബി ഇമാം പറഞ്ഞത്. ഈ സംഭവം കൊണ്ടുണ്ടായിരുന്ന ലക്ഷ്യം നബി തങ്ങൾക്ക് ഒരു മസ്സല പഠിപ്പിക്കല. എന്താ ലക്ഷ്യം? ഒരാൾക്ക് ഇഷ്ടമുള്ളതാണ്, യാതൊരു വെറുപ്പുമില്ല, വളരെ സന്തോഷമാണ്, അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിലേക്ക് ആളുകളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലാം എന്ന് പഠിപ്പിക്കാൻ, അതിനാണ് ഈ സംഭവം ഉള്ളത്. അങ്ങനെ അവരെ കയ്യും കൂടി ചെന്നു. അപ്പോൾ നോക്കുമ്പം ആ പറഞ്ഞ മനുഷ്യൻ അവിടെ ഇല്ല, അദ്ദേഹം അവിടെ ഇല്ല. ഹൈസം എന്ന് പറയുന്ന അബു ഹൈസം എന്നാണ് അവരുടെ പേരുള്ളത്. അബു ഹൈസം ഇബ്നു തയ്യിഹാനിൽ അൻസാരി, അവരുടെ പേരതാ അബുൽ ഹൈസം ഇബ്നു തയ്യിഹാൻ അൽ അൻസാരി. അവിടെ ചെന്നപ്പം അവരവിടെ ഇല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ അബുൽ ഹൈസമിൻ്റെ ഭാര്യ കണ്ടപ്പം ഖാലത്ത് മർഹബൻ വ അഹ്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാഗതമരുളി, മർഹബൻ വ അഹ്ലാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന ഫുലാൻ, ഇവിടെ വർക്കാരെന്ന് ചോദിച്ചു. കാലത്ത് ദഹബ യസ്തഗ്ദിബു ലനാ മിനൽ മാ, ഞങ്ങൾക്ക് നല്ല കുടിക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞു. അവിടെ പറയുന്നുണ്ട് അദ്ദേഹം പോകാനുള്ള കാരണം അദ്ദേഹത്തിനേക്ക് അടിമകളില്ല, വേലക്കാരില്ല, അദ്ദേഹം മാത്രമാണ്.
സംഗതി അദ്ദേഹം മുസ്ലിമിൻ്റെ തുർമുദിൻ്റെ ഹദീസിൻ്റെ മഹാനവറുകൾ വലിയ മുതലാളിയാണ്, വലിയ തോട്ടമുണ്ട്, ധാരാളം ആടുകളുണ്ട്, ഒട്ടകങ്ങളുമുണ്ട്, അങ്ങനെയുള്ള വലിയ കൃഷിക്കാരനാണ്. ഇങ്ങനെ നബി തങ്ങളോട് പറഞ്ഞു, ആള് വെള്ളം കൊണ്ടുവരാൻ പോയതാണ്, ഇപ്പോൾ വരും എന്ന് പറഞ്ഞു വീട്ടുകാരെത്തി. ഇത് അൽ അൻസാരിയോ, അപ്പോൾ അൻസാരിയായ ആ മഹാനായ അബുൽ ഹൈസം തിരിച്ചു വന്നു. ഫനദറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാഹിബൈഹി, നബി തങ്ങളിലേക്കും നബി തങ്ങൾ രണ്ട് കൂട്ടുകാരായ സിദ്ദീഖുൽ അക്ബർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാളെയും കണ്ടു, അവരിലേക്ക് നോക്കി. സുമ്മ ഖാല അൽഹംദുലില്ലാഹ് മാ അഹദുൻ അൽ യൗമ അക്റമു അളിയാഫൻ മിന്നി. ഇവ കണ്ട സന്തോഷത്തിലെ ഒരൊറ്റ തുള്ളല, അൽഹംദുലില്ലാഹ്, ഇന്ന് എന്നേക്കാളും വലിയ വിരുന്നുകാരുള്ള ഒരു മനുഷ്യനൊന്നില്ല, എനിക്ക് ഇന്ത്യ വിരുന്നുകാരാണ് ഏറ്റവും വലിയ വിരുന്നുകാർ. വിരുന്ന് ആദ്യം വിളിച്ച് പറഞ്ഞ് ഉറപ്പിക്കൊന്നും വേണ്ട, ഇഷ്ടമുള്ള ആളുകളുടെ വിരുന്ന് പോവാം, അതാണ് ഇവിടെ വിഷയമുള്ളത്. തൃപ്തിയുള്ളവർക്ക് വിരുന്ന് പോവാം, നബി തങ്ങൾ വിരുന്ന് പോയതാ. കാല ഫന്തലക, അങ്ങനെ ഇതും പറഞ്ഞ് മഹാനവറുകൾ പോയി. ഫജാഹും ബിഅദ്കിൻ, അവർക്കൊരു കൊലയുമായി വന്നു, ഈത്തപ്പഴത്തിൻ്റെ കൊല. ആ കൊലയിലുണ്ട് അത്യാവശ്യം കരിമ്പൊഴുപ്പുള്ളതുണ്ട്, നല്ല പൊഴുപ്പുള്ളതുണ്ട്, പൊഴുത്ത് പാകമായതുമുണ്ട്, അതിൻ്റെ തമ്പ്ര് ഉണങ്ങിയതുമുണ്ട്. 3 ഐറ്റം, ബുസുറുണ്ട്, തമ്പ്രുണ്ട്, റത്തുബുണ്ട്. അങ്ങനെയുള്ള ഒരു കൊലയിൽ വെട്ടിക്കൊണ്ടുവന്നു ഈത്തപ്പഴത്തിൻ്റെ. ഫകാല കുലൂ മിൻ ഹാദിഹി, ഇതിൽ നിന്ന് ഭക്ഷിച്ചോളി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. വാഖദൽ മിദിയത, എന്നിട്ട് കത്തിയെടുത്തു ആടിനറക്കാൻ വേണ്ടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക വൽ ഹലൂബ, നല്ലോണം പാല് കറക്കുന്ന ആടുകൾ അറക്കുന്നതോട് സൂക്ഷിച്ചോ, അത് വേണ്ട. അങ്ങനെ ഒരു 6 മാസമായ അല്ലെങ്കിൽ 1 മാസമായ ആടിനെ അർത്ഥം തുർമുദി ഇമാമിൻ്റെ റിവായത്തിലുണ്ട്. ഫദബഹലഹും ഫഅകലൂ മിനശ്ശാത്തി, അങ്ങനെ അവർക്ക് വേണ്ടി അറുത്തു, ഭക്ഷണമുണ്ടാക്കി, ആടിൻ്റെ മാംസം കഴിച്ചു. മിൻ ദാലിക്കൽ അദ്ഖി, ആ ഈത്തപ്പനയുടെ കൊലയിൽ നിന്നും കഴിച്ചു. വശരിബു, വെള്ളവും കുടിച്ചു. ഫലമ്മ അൻസബിഉ വറവൗ, അവർ ഭക്ഷണം അവർ വയറ് നിറച്ചു, അവർ ദാഹം തീരുകയും ചെയ്തപ്പം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബീ ബക്കർ വ ഉമറ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലതുസ്അലുന്ന അൻ ഹാദൻ നഈം യൗമൽ ഖിയാമ, ഈ ഒരു അനുഗ്രഹത്തെ തൊട്ട് നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂഉ സുമ്മ ലം തർജൂ വത്താ ഹസാബകും ഹാദൻ നഈം, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചു വിശപ്പ്, പിന്നെ നിങ്ങൾക്ക് അല്ലാഹു തആല ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു, അതിനെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്, ഈ ചോദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കാൻ വേണ്ടി ചോദിക്കല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാമുള്ള അനുഗ്രഹം ചെയ്തില്ലേ എന്നുള്ള ചോദ്യമാണ്. قال فقال القاضي عياض المراد السؤال عن القيام بحق شكره, ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്തതിനെ പറ്റിയുള്ള ചോദ്യമാണ്. നിങ്ങൾ ശുക്ർ ചെയ്തില്ലേ, അൽഹംദുലില്ലാ പറഞ്ഞില്ലേ എന്നാണ് ചോദിക്കുക അവിടെ. വല്ലദീന യതഖിദുഹു അന്ന സുആല ഹുനാ സുആലു തഅദാദി നിഅമി വഇലാമിൻ ബിൽ ഇംതിനാനി ബിഹാ വഇദ്ഹാരിൽ കറാമത്തി ബിസ്ബായിഹാ ലാ സുആലു തൗബീഹിൻ വതക്രീഇൻ വമുഹാസബ. ഇമാം നബി പറയാണ്, അല്ലാഹു ചോദ്യം ചെയ്യുക, കണക്കെടുക്കുക, ഭീഷണിപ്പെടുത്താൻ വേണ്ട ചോദ്യമല്ല, നിങ്ങൾക്ക് ഇനിയും അനുഗ്രഹങ്ങൾ ചെയ്തെന്നീലേ എന്നുള്ള ഒരു നിഅമത്ത് എണ്ണി പറയുന്ന ചോദ്യമാണ് അവിടെ ചോദിക്കപ്പെടുക, എന്നല്ലാതെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കല്ല. എന്തിനാ ശിക്ഷിക്കണം? എന്തിനാ ഇവിടെ എന്താ അവർ തെറ്റ് ചെയ്തിട്ടുള്ളത്? ഭക്ഷണം കിട്ടി കഴിച്ചു, ശുക്ർ ചെയ്തു, ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഭക്ഷണം ഞാൻ ദുന്യാവിലും അനുഗ്രഹം ചെയ്തില്ലേ എന്ന ചോദ്യമാണ് അവിടെ വരിക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇയാളോട് ചോദിച്ചു. തുർമുദിൻ്റെ റിവായത്തിൽ ഇങ്ങനെയാണുള്ളത്, മഹാനായ അബുൽ ഹൈസം തങ്ങളോട് ചോദിച്ചു ഭക്ഷണം കഴിഞ്ഞതിൻ്റെ ശേഷം. എന്താ നബി തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഹല്ലക ഖാദിമുൻ, മുസ്ലിമിൻ്റെ റിവായത്ത് വായിച്ചു കഴിഞ്ഞു, ഇവിടെ അവസാനിക്കുകയാണ്. പിന്നീട് തുർമുദിൻ്റെ റിവായത്താണ്. റസൂലുള്ളാഹി ചോദിച്ചു ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം, ഹല്ലക ഖാദിമുൻ, അബുൽ ഹൈസം എന്നവരെ നിങ്ങൾക്ക് ഖാദിമുണ്ടോ?
ഖാലലാ, ഖാദിമില്ല. ഖാല റസൂലുള്ളാഹി പറഞ്ഞു, ഫൈദാ അതാനാ സബിയുൻ ഫൗത്തിനാ, നമുക്ക് വേലക്കാരായി ഖാദിമീങ്ങളായി നമ്മുടെ അടുക്കലേക്ക് പലരും വരാനുണ്ട്, അത് വന്നാൽ ഉടനെ വരണം എന്ന് പറഞ്ഞു. ഫൗത്തിയ ബിറൈസൈനി ലൈസ മഅഹുമാ സാലിസുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് 2 തലയുള്ള, അതായത് 2 അടിമകളെ കൊണ്ടുവരപ്പെട്ടു. അത് 2 തല കൊണ്ടുവരപ്പെട്ടു, എന്നാൽ 2 അടിമകൾ കൊണ്ടുവരപ്പെട്ടു. മൂന്നാമത്തെ ഒരാളില്ല. ഫഅതാഹു അബുൽ ഹൈസം, അവൻ അബുൽ ഹൈസമിനോട് നബി തങ്ങൾ ചെല്ലാൻ പറഞ്ഞതല്ലേ. അബുൽ ഹൈസം ചെന്നു. മക്കയിലെ മദീനയിലെ ഏറ്റവും വലിയ നല്ല മുതലാളിമാരിൽപ്പെട്ട ഒരാളാണ് അബുൽ ഹൈസം. അവർ ചെന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തർ മിൻഹുമാ, 2 അടിമകളുണ്ട്, 2ൽ നിന്ന് ഏതാണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കണം അബുൽ ഹൈസം. ഫഖാല യാ റസൂലല്ലാഹ് ഇഖ്തർ ലീ, റസൂലേ എനിക്ക് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത് തരണം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നൽ മുസ്തസാറ മൂതമനുൻ, മുസ്തഷാർ ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കപ്പെടുന്നവൻ, അവർ വിശ്വസിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഖുദ് ഹാദാ, ഇതെടുത്തോ, ഇവനെ പിടിച്ചോ. ഫൈന്നി റഅയ്തുഹു യുസല്ലി, അയാൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇവനെ പിടിച്ചോ എന്ന് പറഞ്ഞ് ഒരു അടിമനെ കാണിച്ചു കൊടുത്തു. വസ്തൗസി ബിഹി മഅറൂഫ, അവനെ കൊണ്ട് നല്ലത് കൊണ്ട് നല്ല നിലക്ക് അവനെ കൊണ്ടുനടക്കുകയും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അബുൽ ഹൈസം തൻ്റെ ഭാര്യ അടുക്കലേക്ക് ചെന്നു. ഫഅഖ്ബറഹാ ബിഖൗലി റസൂലില്ലാഹ്, അങ്ങനെ അവളോട് റസൂലുള്ളാഹി പറഞ്ഞ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തു. വസ്തൗസി ബിഹി മഅറൂഫ ഇന്നൽ മുസ്തസാറ മുതമനുൻ ഖുദ് ഹാദാ ഫഇന്നി റഅയ്തു യുസല്ലി വസ്തൗസി ബിഹി മഅറൂഫ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു എന്നുള്ള വിവരം പറഞ്ഞു കൊടുത്തു. ഫഖാലത്ത് ഇംറാതുഹു, അപ്പോൾ അബുൽ ഹൈസമിൻ്റെ ഭാര്യ പറഞ്ഞു, മാ അൻത ബിബാലിഹിൻ ഹഖ്ഖഹു ഹക്കമാ കാല ഫീഹി നബിയു ഇല്ലാ അൻ തഅതികഹു, നബി തങ്ങൾ അവസാനം പറഞ്ഞ വാക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വസ്തൗസി ബിഹി മഅറൂഫ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പൂർണ്ണമായി നിങ്ങൾ പാലിച്ചവരാവണമെങ്കിൽ ഇവരെ നിങ്ങൾ എത്തിക്ക് ചെല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു എത്തിക്ക് ചൊല്ലിവിടുകയും ചെയ്തു. ഫഖാല ഫഹുവ അതീഖ്, ഞാൻ എത്തിക്കല്ലിയാണ്. ഇതാണ് സംഭവം. ഈ ഹദീസിനെ ബഹുമാനപ്പെട്ട ഇമാം നവവി ധാരാളം വിശദീകരിക്കുന്നുണ്ട്. വിശദീകരിക്കുകയാണെങ്കിൽ കൂടുതൽ വിശദീകരിക്കാൻ ടൈം പോകും. അതുകൊണ്ട് അത്യാവശ്യ ഭാഗം മാത്രം ഞാൻ പറയാം. ഇത് നോക്കേണ്ട ഭാഗമാണ്. പരസ്പരം മനസ്സിലാക്കേണ്ടതും ധാരാളം അറിയേണ്ട കാര്യങ്ങളുമുണ്ട്. ഇതിൽ പറയുന്നുണ്ട്, 2 ആൾ തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് 2 ആൾക്കും അല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളോട് അവരുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും പറയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ പുറപ്പെട്ടത്? അവന് വിശന്നിട്ടാണ്. ഇങ്ങനെ ഒരാൾക്കുള്ള കുടുക്കുകൾ, വിഷമങ്ങൾ അത് മറ്റൊരാളെ അറിയിക്കുന്നതിനോ അവരോട് പറയുന്നതിനോ കുഴപ്പമില്ല. അവർ അതിന് പറ്റിയ ആളാണെങ്കിൽ ദുആ ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി, വഅന വല്ലദീ നഫ്സി ബിയദീ ലഅഖ്റജനി അല്ലദീ അഖ്റജകുമാ എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നബി പറയാണ്, ഫീഹി ജവാദു ദിക്രിൽ ഇൻസാനി മാ യനാലുഹു മിൻ അലമിൻ വനഹ്വിഹി ലാ അലാ സബീലി തസക്കി വഅദ്മിർ റിളാ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖലായിൽ പൊരുത്തല്ലാതെ, ഒരു വേവലാതിപ്പെടുന്നവർക്കല്ലാതെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പരസ്പരം കൈമാറാം. ബല്ലിത്തസ്ലിയത്തി വത്തസബ്ബുരി, സമാധാനപ്പെടാൻ വേണ്ടിയിട്ടും ക്ഷമിക്കാൻ വേണ്ടിയിട്ടും കഫീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനാ വലിൽതിമാസി ദുആഇൻ ഔ മുസാഅദത്തിൻ അല തസബ്ബുബി ഫീ ഇസാലത്തി ദാലിക്കൽ ആരിളി. ഈ വിഷമം തീരാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വല്ല സഹായം ചെയ്യാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ടും ദുആ കൊണ്ട് ദ്വാരക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിന് വിരോധമില്ല. എനിക്ക് ഉസ്താദ്മാരെ കണ്ടു, അല്ലെങ്കിൽ ഔലിയാക്കളെ കണ്ടു, അവരോട് പോയിട്ട് എനിക്ക് ഇന്നാലിൻ്റെ പ്രയാസങ്ങളുണ്ട്, അത് തീരാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. എനിക്ക് പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ആ പ്രയാസം എനിക്ക് തീരാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. വഹാദാ കുല്ലുഹു ലൈസ ബിമദ്ബൂമിൻ, അതൊന്നും ദം ചെയ്യപ്പെട്ട വിഷയമല്ല, അതെല്ലാം ശർഅ് അംഗീകരിച്ച വിഷയമാകുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം നഅവി റളിയല്ലാഹു അൻഹു പറയുന്നു, വിരുന്നുകാർ വന്നാൽ നമ്മുടെ
അബുൽ ഹൈഥമിൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ ആണുങ്ങളില്ലെങ്കിൽ സ്ത്രീകൾ ഹിജാബിൻ്റെ അപ്പുറം നിന്നിട്ട് വന്ന ആളുകൾക്ക് സ്വീകരിച്ച് സൗകര്യം ചെയ്ത് കൊടുക്കണം. ആ വന്ന ആളുകൾ വിശ്വസ്തരും നല്ലവരുമാണെങ്കിൽ അഖിലം മർഹബം അഖില എന്ന് പറഞ്ഞു, സ്വീകരണം ചെയ്തു. ഇരിക്കാൻ വേണ്ടി പറഞ്ഞ ഹദീസുകളൊക്കെ ഉണ്ട്. അത് അതിഥികളെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇവിടെ ആളില്ല പൊയ്ക്കോളി പിന്നെ വന്നോളി എന്ന് പറയില്ല. പരിചയമുള്ള ആളാണെങ്കിൽ എന്ന് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പ്രത്യേകമായി ഉണർത്തുന്നുണ്ട്. ഇവിടെ മറ്റൊരു വിഷയം ബഹുമാനപ്പെട്ട ഇമാം നവവി ചർച്ച ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ ഈ ഹദീസ് ഇവിടെ വിശദീകരിച്ചത്. എന്താണ് വിഷയം? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇമാം നവവി ശറഹ് മുസ്ലിം പറയുന്നു, ഹാദാ ഫീഹി മാ കാന അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ വകിബാറു അസ്ഹാബിഹി റളിയല്ലാഹു അൻഹും മിനത് തഖല്ലുലി മിനദ് ദുനിയാ വമബ്തുലു ബിഹി മിനൽ ജൂഇ വളീഖിൽ ഐശി ഫീ ഔഖാത്തിൻ. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ നബി തങ്ങളുടെ അസ്ഹാബ് റളിയല്ലാഹു അൻഹും ഉള്ള വലിയ നേതാക്കളും അവരുണ്ടായിരുന്നൊരു വിഷമം എന്താ? ദുന്യാവിൻ്റെ വിഷയത്തിൽ വളരെ കുറവുണ്ടായിരുന്നു അവരടുത്ത്. വമബ്തുലു ബിഹി മിനൽ ജൂഇ, വിശപ്പിനാലും വളീഖിൽ ഐശി, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളാലും അവരെ ബലാക്കപ്പെട്ടിരുന്നു എന്നതും ഫി ഔഖാത്തിൻ, പല ഘട്ടങ്ങളിലേക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ ഉണ്ട്, വിശപ്പ് തീർക്കാൻ അവസ്ഥയില്ലാത്ത ഘട്ടമുണ്ട്, വസ്ത്രം ധരിക്കാനില്ലാത്ത അവസ്ഥകൾ അവർക്ക് വന്ന് പോയിട്ടുണ്ട്. ഇത് നബി തങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, വലിയ വലിയ സ്വഹായിമാർക്കും ഉണ്ടായിട്ടുണ്ട്. ഇനി ചിന്തിക്കേണ്ടത് ഇതുണ്ട് എന്നുള്ള സംഭവം തന്നെയാണ്. എങ്ങനെ വന്നു എന്നുള്ളത് അവിടെ ചർച്ച ചെയ്യേണ്ടത്. അതാണ് ഇമാം ചർച്ച ചെയ്യുന്നത്. വഖദ് സഅമ ബഅ്ദുന്നാസി, ചില അന്തം കമ്മികളായ ജനങ്ങൾ വാദിച്ചിട്ടുണ്ട്, അന്നഹാദാ കാന ഖബ്ല ഫത്ഹിൽ ഫുതൂഹി വൽ ഖുറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാടുകൾക്കും ഫത്ഹുകളും ഫത്ഹ് ആകുന്നതിൻ്റെ മുമ്പാണ്, ഹിജ്റൻ്റെ മുമ്പോ അല്ലെങ്കിൽ മക്ക യുദ്ധം വാസാക്കുന്നതിൻ്റെ മുമ്പോ ഉള്ള അവസ്ഥയാണ്. ഹിജ്റൻ മദീനയിൽ ആദ്യകാലത്താണ് അല്ലെങ്കിൽ ഹിജ്റൻ്റെ മുമ്പാണ് എന്നെല്ലാം പറഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്നാലും ഇന്നുള്ളവർ പറഞ്ഞാൽ നമ്മളെ ആൾക്കാർ ഇപ്പോഴത്തെ ആൾക്കാരെന്താ പറയുന്നത്? നബി തങ്ങൾക്ക് തീരെ മരണം വരെ ഒരു ആയാസം വന്നിട്ടില്ല, ഒരു കൈന്യം വന്നിട്ടില്ല, അത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ചില ആളുകൾ പറഞ്ഞതാ ഫുതൂഹിൻ്റെ മുമ്പാണ്, നബി തങ്ങൾക്ക് നാടുകൾ കീഴടക്കുന്നതിൻ്റെ മുമ്പാണിത്. വാദാസഅമും ബാത്തിലുൻ, ഇത് ബാത്തിലായ വാദാണ്. ഫഇന്ന റാവിയൽ ഹദീസി, കാരണം റായി ഹദീസിൻ്റെ റാവി അബൂ ഹുറൈറയാണ് റളിയല്ലാഹു അൻഹു. വമഅലൂമുൻ അന്നഹു അസ്ലമ ബഅദ ഫത്ഹി ഖൈബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഫുതൂഹായ ഖൈബർ കീഴടക്കിയതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതെന്നുള്ള വ്യക്തമാണ്. അതറിയപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു സംശയം, അബൂ ഹുറൈറ മുസ്ലിമാകുന്നതിൻ്റെ മുമ്പ് നടന്ന സംഭവം അബൂ ഹുറൈറ മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞിട്ട് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്തായിക്കൂടെ? ചോദ്യം നൈമാം ചോദിക്കുന്നു. നൈമാം പറഞ്ഞ മറുപടി ഫൽ ജവാബു അന്നാദാ ഖിലാഫു ളാഹിരി വലാ ളറൂറത ഇലൈഹി, അത് ലാഹിറിൻ്റെ എതിരാണ് വിഷയത്തിലേക്ക് പോകേണ്ട അത്യാവശ്യമൊന്നുമില്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കണം? ബലിസ്സവാബു ഖിലാഫുഹു, ആ വാദത്തിൻ്റെ എതിരാണ് സത്യം. എന്താ? വഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസൽ യതഖല്ലബു ഫിൽ യസാരി വൽ ഖില്ലത്തി ഹത്താ തൂഫിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് വരേക്കും നബി തങ്ങളെ അത്യാവശ്യ കാര്യങ്ങളിൽ, ഭക്ഷണം പോലെയുള്ള കാര്യങ്ങളിൽ യസാറിലും ഖില്ലത്തിലും മാറി മറിയുന്നവരായിരുന്നു. ഫതാറത്തയ്യൂസിറു, ചിലപ്പോൾ നല്ലോണം വീട്ടിൽ ഭക്ഷണങ്ങൾ ഉണ്ടാകും. വതാറത്തയ്യംഫതു, വന്നത് മുഴുവനും തീരും. യംഫതു എന്ന പ്രയോഗം. ഫതാറത്തയ്യംഫതു മാ ഇൻദഹു, ചിലപ്പോൾ തങ്ങൾക്കുള്ളത് മുഴുവനും തീരും. എല്ലാ ദിവസവും വില കാലിയാക്കണതല്ലേ, പിറ്റേന്ന് വന്നെങ്കിലല്ലേ ഉണ്ടാവുള്ളൂ.
സീസണിലല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇല്ലാതിരിക്കുന്ന സമയത്ത് വാങ്ങാൻ കിട്ടാതെ നിൽക്കുന്ന സമയങ്ങൾ ഉണ്ടാവാ. അതാ താരത്തയ്യം ഫതുമാഇന്ദഹു കമാ തബത ഫി സ്വഹീഹി അൻഹു അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനദ് ദുനിയാ വലം യുശ്ബി മിൻ ഖുബ്സി ശഈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിന്ന് പുറപ്പെട്ടു. നബി തങ്ങൾ വാർലിയുടെ ഗോതമ്പത്തിൻ്റെ റൊട്ടിയാൽ വയറ് നിറച്ചിട്ടില്ല. ആ നിലക്ക് وعن عائشة ما شبع آل محمد صلى الله عليه وسلم منذ قدم المدينة من طعام 3 ليال تباعا أتى قبلا. നമ്മൾ പോയ പറഞ്ഞ ഹദീസാണത്. وتوفي صلى الله عليه وسلم ودرعه ومرهونة على شعير استداره لأهله. നബി തങ്ങളുടെ അങ്കി പണയം വെച്ചിട്ടാണ് റസൂലുള്ളാഹി വഫാത്താകുന്നത് തന്നെ. പണയം വെച്ച് അങ്കി പണയം വെച്ച് ഭക്ഷണം വാങ്ങുന്നത് എന്തിനാണ്? ആ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ പലപ്പോഴും ഇല്ലാതെയാവുന്നതിലുണ്ട്. അത്രയും വലിയ കൊടുക്ക ധാരാളം വരണ്ട്. ഫുതുഹിൻ്റെ ശേഷമല്ലേ ധാരാളം 1 വർഷത്തേക്കുള്ളത് നബി തങ്ങൾക്കും നബി തങ്ങളെ ഭാര്യമാർക്കും എടുത്തു വെക്കലുണ്ട്. ഫതുഹുൽ ബാരി ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ആ എടുത്തു വെക്കുന്നത് ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഗസ്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ചോദ്യക്കാർ വരുമ്പോൾ, യാചകർ വരുമ്പോൾ നബി തങ്ങൾ അവരുടെ അടുക്കലേക്ക് അയച്ചിട്ട് അത് കൊടുപ്പിക്കലുണ്ട്. പിന്നീട് അത് അവർക്കത് കടമായി വാങ്ങലുമുണ്ട്, അല്ലെങ്കിൽ മുആസാത്തിൽ കടം വാങ്ങലുമുണ്ട്. പിന്നീട് വരുമ്പോൾ റസൂലുള്ളാഹി കൊടുക്കുന്ന ഘട്ടങ്ങളുമുണ്ട്. അങ്ങനെ അവരടുക്കലും തീരും. കൊടുക്കാൻ 1 വർഷത്തേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരും സ്വയം ധർമ്മിഷ്ഠയായത് കൊണ്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ വീട്ടിലുണ്ടാകുമ്പോൾ അവിടെ ഉള്ളത് കൊണ്ട് അവർ കൊടുക്കുന്നത് കൊണ്ടിട്ടും അവരടുക്കും തീരും. فكان النبي صلى الله عليه وسلم في وقت يوسر ثم بعد قليل ينفذ ما عنده لإخراجه في طاعة الله. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമയത്ത് ഇഷ്ടംപോലെ നബി തങ്ങളുടെ അടുക്കലേക്കാണ്ട് വരും. പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം തീരും. അത് തീർന്നു കഴിഞ്ഞാൽ തീർന്നത് എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നന്മയുടെ പല ഭാഗത്തേക്കും തിരിക്കേണ്ടതുണ്ട്. കാരണം അവിടുത്തെ ഭരണാധികാരി റസൂലാണ്. വഈസാരിൽ മുഹ്താജീന, ആവശ്യക്കാരെ തിരഞ്ഞെടുത്തതിൻ്റെ പേരിലും, വദിയാഫത്തി ത്വാരിഖീന, ഇടയ്ക്ക് വരുന്ന ആളുകളെ ഗസ്റ്റുകളെ സൽക്കരിക്കുന്നതിൻ്റെ പേരിലും, വതജ്ഹീസി സറായ, യുദ്ധത്തിലേക്ക് പട്ടാളക്കാരെ ഒരുക്കിയേക്കുന്ന വിഷയത്തിലും, വഇലിദാലിക, ഇതല്ലാത്തതിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിച്ച് തീരും. വഹകദാ ഖാന ഖുലുഖു സ്വഹിബൈഹി റളിയല്ലാഹു അൻഹുമാ, ഇങ്ങനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹീബായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും സ്വഭാവം അങ്ങനെ തന്നെയായിരുന്നു. ബൽ അക്സറു അസ്ഹാബിഹി, നബി തങ്ങളുടെ അസ്ഹാബിമാരെന്ന് അധികവും അങ്ങനെ തന്നെയായിരുന്നു. വകാന അഹ്ലുൽ യസാരി മിനൽ മുഹാജിരീൻ വൽ അൻസാർ റളിയല്ലാഹു അൻഹും മഅ ബിർരിഹിം ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഇക്രാമി മിയാഹു വഇത്ഹാഫിഹി ബിത്തുറുഫി വഗൈരിഹി ربما لم يعرفوا حاجته في بعض الأحيان لكونهم لا يعرفون فراغ ما كان عنده من القوت بإيثاره به. ഒരു ചോദ്യത്തിന് മറുപടി പറയാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനയിൽ ധാരാളം മുഹാജിറുകളുണ്ട്, ധാരാളം അൻസാറുകളുണ്ട്. അവർക്കെല്ലാം ഗനീമത്ത് മുതൽ നിന്ന് ധാരാളം കൊടുക്കുന്നവരാണ്. മദീനയിലുള്ള ആളുകൾക്ക് തന്നെ അവിടെ കൃഷിക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, വലിയ വലിയ ധർമ്മിഷ്ഠരുണ്ട്. അവരൊന്നും എന്താണ് നബി തങ്ങളെ നോക്കാത്തത്? ഒന്ന്, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നോക്കുന്നുണ്ട്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ ദിവസം വരുന്നുണ്ട്. പക്ഷേ ആവശ്യക്കാർക്കെല്ലാം അവർക്ക് കൊടുക്കും. പിന്നീട് അത് നബി തങ്ങൾക്ക് തികയാത്ത വിഷയമോ അല്ലെങ്കിൽ നബി തങ്ങൾക്ക് കിട്ടാത്ത വിഷയമോ പുറത്തറിയിക്കൂല. നബി ആരോടും പറയൂല. പറഞ്ഞങ്ങനല്ലേ മറ്റുള്ളവരെ കൊണ്ടുവന്ന് കൊടുക്കുക. സ്വഹാബത്തിൽപ്പെട്ട ആരെങ്കിലും നബി തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ വയറ് നിറച്ച് കിടക്കുമെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒരാൾക്കും പ്രതീക്ഷിക്കാൻ പറ്റൂല. അതുണ്ടാവില്ല. പിന്നെ എല്ലാവരും പട്ടിണി കിടക്കണം അല്ലെങ്കിൽ റസൂലുള്ളാഹി ഉമ്മത്തുൽ മുഅ്മിനീങ്ങളും അവർ ധാരാളം ഉള്ളവരാണ്, മോശക്കാരല്ല. പക്ഷേ അവർ കൊടുക്കുന്നതിൻ്റെ പേരിൽ അവരുടെ അടുക്കൽ ഇല്ലാത്തത് മറ്റുള്ളവർ അറിയാതെ വരുന്ന ഘട്ടങ്ങളാണിത്. ചില ഉപരോധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആയിഷ ബീവി പറയുന്നുണ്ട്, ഞങ്ങൾ 2 മാസം 3 മാസം തുടർച്ചയായി തീ കത്തിക്കാതിരിക്കുമ്പോൾ ഞങ്ങളവിടെ കാരക്കയും
വെള്ളവുമാണ് കുടിക്കൽ. ആ സമയത്ത് ഈ വിഷമം അറിഞ്ഞ് അടുത്തുള്ള അൻസാറുകൾക്ക് ആടുകളും ഒട്ടകങ്ങളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ പാല് കറഞ്ഞ് ഞങ്ങൾക്ക് കൊണ്ടുവരലുണ്ട്, അത് ഞങ്ങൾ കുടിക്കും. ഹദിയകൾ ധാരാളം വരും. ഇങ്ങനെയുള്ള ഘട്ടം എന്ന് പറഞ്ഞാൽ അത് മദീനയിൽ ആർക്കും ഭക്ഷണം കിട്ടാത്ത ഉപരോധ രംഗങ്ങൾ അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഖന്തക്കിൻ്റെ സമയത്തുണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് ധാരാളം യുദ്ധങ്ങളല്ലേ, അപ്പോഴെല്ലാം നമ്മൾ ഉപരോധങ്ങൾ ഉണ്ടാകും. എന്നല്ലാതെ കഴിവില്ലാത്തതിൻ്റെ പേരിൽ, ഒന്നുമില്ലാത്ത ഫക്കീറായതിൻ്റെ പേരിൽ പട്ടിണി ഇടുന്നു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു പട്ടിണി ഇടുന്നു കൊടുത്തിട്ടുണ്ട്, അത് വലിയ പൗർവമാണ്. ഉള്ളത് മുഴുവനും കൊടുത്തു. ആ റസൂലുള്ളാഹിൻ്റെ ജൂദിൻ്റെ അറ്റമാണ് ആ പറയുന്നത്, എന്നല്ലാതെ ഫക്കീർ തരത്തിൻ്റെ അറ്റമല്ല ആ പറയുന്നത്. അത്രത്തോളം ഉള്ളത് മുഴുവനും നബി തങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തു. എന്നിട്ട് ആ കൊടുത്ത് വീട്ടിൽ കഴിഞ്ഞ വിഷയം ഒരാളെയും അറിയിച്ചില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട നബി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, എല്ലാ ഘട്ടങ്ങളിലും സൂചനാപരമായി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് അറിഞ്ഞ സ്വഹാബികൾ ഉടനെ തന്നെ അതിന് പരിഹാരം കണ്ടിട്ടാണുള്ളത്. وقد بادر أبو طلحة حين قال سمعت صوت رسول الله صلى الله عليه وسلم أعرف فيه الجوع إلى إزالة تلك الحاجة. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈമിൻ്റെ മകനാണ്. അബൂ തൽഹയുടെ ഭാര്യയാണ് ഉമ്മു സുലൈം. ആ ഉമ്മു സുലൈമിൻ്റെ മകനാണ് അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ പോയി പറയാണ്, ഉമ്മയുടെ വീട്ടിൽ അബൂ തൽഹ പിതാവാണ്, പോറ്റുപ്പയാണ്. അവിടെ പോയി പറയാണ്, റസൂലുള്ളാഹി തങ്ങൾക്ക് ശരിക്കും സംസാരം നേരിയതായിട്ടാണ് ഞാൻ കാണുന്നത്, വിശപ്പുണ്ട് തോന്നുന്നുണ്ട്. ഉടനെ തന്നെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഭക്ഷണം കൊടുത്ത് നബി തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തയച്ചിട്ടുണ്ട്. വിശദമായ ഹദീസാണത്. അതുപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു ഖന്തക്കിൽ ചെയ്ത സംഭവം നമ്മൾ പറഞ്ഞു വന്നു. നബി തങ്ങൾക്ക് വിഷമമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നബി തങ്ങളുടെ ചെറിയൊരു വിഷമമുണ്ട് എന്ന് സ്വഹാബത്തുകൾ അറിഞ്ഞപ്പോൾ അതിന് പരിഹാരം അവർ കണ്ടിട്ടുണ്ട്. പിന്നെ നബി തങ്ങളുടെ വീട്ടിൽ ഉള്ളവരാണ്, അവർ വലിയ ആളുകളാണ്. അതിൻ്റെ പേരിൽ തന്നെ അവിടെ ഇല്ലായ്മ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും വീട്ടിലേക്ക് ഭക്ഷണം വരുന്നത് പലർക്കും അറിയാവുന്നതും നബി തങ്ങൾക്കത് കിട്ടിയിട്ടില്ല എന്ന് അറിയാത്തതിൻ്റെ പേരിലുമാണ് അവിടെ ആ പട്ടിണി എടുക്കേണ്ടി വന്നത്. എന്നല്ലാതെ തീരെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്ന് ഒരു കാരണവശാലും മനസ്സിലാക്കരുത്. ഈ പറഞ്ഞതെല്ലാം ഒരു സാമ്പിളുകളാണ്. ഇതുപോലെ ധാരാളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ വിഷമിച്ച ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളെല്ലാം ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ പടിയിലെത്തിയത് കൊണ്ടാണ് എന്നൊരിക്കലും ധരിക്കരുത്. കാരണം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം കൊടുത്തിട്ടുണ്ട്. ഭക്ഷണത്തിനക്ക് ഭക്ഷണം തന്നെ വേണം, ഉടുക്കണമെങ്കിൽ വസ്ത്രം തന്നെ വേണം. അതില്ലാത്തതിൻ്റെ പേരിൽ ഒരാളെ സംബന്ധിച്ച് ദരിദ്രൻ എന്നോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവന് എന്നോ പറയാൻ പറ്റില്ല.